I am this sorry, PC George sir. I am this sorry. എന്താ പ്രശ്നം? ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക. എനിക്കൊരു മണിയിൽ ഞാനിങ്ങനെ എന്റെ ദൈവമേ ഇന്ത്യയുടെ വിക്കറ്റ് പോകരുതെന്ന് പ്രാർത്ഥിക്കാൻ നോക്കി. എന്റെ സ്വഭാവം അറിയാല, എന്റെ കാര്യം ഭയങ്കര കഷ്ടം. നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഇവന്മാർക്ക് ഒരു പ്രശ്നമില്ല. അവരങ്ങനെയും പറഞ്ഞു. പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹ് സഹിക്കുന്നില്ല. എനിക്ക് ഇവിടെ ചൊറിഞ്ഞു വരുന്നുണ്ട് വൈദ്യുത കാരണം. അതിനെ മര്യാദയാ. ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴേ അവൻ ദുഃഖിക്കേണ്ടത്. എന്താ പറഞ്ഞേ? ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴേ അവൻ ദുഃഖിക്കേണ്ടത്. എന്തോന്നാണോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്നിട്ട് അതിന് ഒരു പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുന്നത് സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റൊരുത്തരും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്ത. സാറിനോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ഉത്തമം നടന്നേ, ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. ജോർജ് സാർ യഥാർത്ഥത്തിൽ ജോർജ് സാറിന്റെ പ്രശ്നം ജോർജ് സാറിന് ക്രിക്കറ്റിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല എന്നുള്ളതാണ്. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. അതായത് പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്. പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് മുസ്ലിങ്ങൾ വിളിക്കുന്നെങ്കിൽ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോ ഇന്ത്യക്കല്ലേ ഗുണം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ജോർജ് സാറിന് പ്രത്യേകിച്ച് ഇത്രയൊന്നും ആഴമേറിയ ചിന്തയൊന്നുമില്ല. അപ്പം അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് കൈയടിപ്പിക്കണം, കുറച്ചൊരു ഒരു മുസ്ലിം വിരോധം പറഞ്ഞ് ഹിന്ദു സ്പിരിറ്റ് കൂട്ടണം, ഇത് വേണ്ടിയിട്ടാണ് പറയുന്നതല്ല. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ല. ജോർജ് സാറെ, ഇങ്ങനെയല്ല ഈ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ ഒന്നിപ്പിക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ ആ മുസ്ലിം വിരോധത്തിന്റെ ആവശ്യമില്ല. 100% ഞാൻ യോജിക്കുന്നു. അപ്പോ ഈ ക്രിക്കറ്റ് അടക്കമുള്ള സാധനങ്ങളിൽ കൊണ്ടൊരു സ്പിരിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഇങ്ങനെ ആവേശ കുത്തി നിറയ്ക്കുക എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല എന്ന് ജോർജ് സാർ തിരിച്ചറിയണം. ജോർജ് സാർ പഴയ ജോർജ് സാറായിട്ട്, ഏത് ജോർജ് സാറായിട്ട്? പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ജോർജ് സാറായിട്ട് തിരിച്ചു വരണം. ഈ വിദ്വേഷത്തിന്റെ നിലപാട് തറ ഉപേക്ഷിക്കണം.